ഇപ്പൊ നമ്മൾ മുമ്പേ സംസാരിച്ച ABS സെൻസർ എന്ന് പറഞ്ഞില്ലേ വോക്സ്വാഗന്റെ, ഇത് പോളോയുടെ സെൻസറാണ്. ഇറ്റ്സ് മീ രാഹുൽ ഫാബി, വെൽക്കം ടു fabbsonwheels. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ ലാസ്റ്റ് നമ്മുടെ LPGയുടെയും CNGയുടെ ആ വീഡിയോയിൽ നിങ്ങൾ വന്നിരിക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ബിഗ് താങ്ക്സ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് സെൻസർ എന്ന് പറഞ്ഞാൽ. ആ സെൻസറിൻ്റെ ഇഷ്യൂസ്, അതിൻ്റെ സൊല്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ വണ്ടികൾക്കും ഒരുപാട് വണ്ടികൾ സെൻസറിൻ്റെ ഇഷ്യൂസ് നമുക്ക് യൂഷ്വലി നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കാം. പിന്നെ ഈ ബെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ LPG അന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ LPG ചെയ്യാനുള്ള ബെൻസാണ് നമ്മുടെ കയ്യിലുള്ളത്. 2 ദിവസമായിട്ട് ഈ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 8-9 മൈലേജ് നമുക്ക് കിട്ടാറുള്ളൂ. അതോടുകൂടി തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ യൂഷ്വലി കമ്മിങ് മന്ത് ചേട്ടൻ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വണ്ടിയുടെ റിവ്യൂ ആഫ്റ്റർ നമ്മൾ LPG ഫിറ്റിന് ശേഷമുള്ള ഈ വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാനിന്ന് എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് എൻ്റെ ക്യാമറയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഷാനും അനസും കൂടെയാണ്. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഷാനുണ്ട്, അനസുണ്ട്. അപ്പോൾ ഷാൻ്റെ ഫ്രണ്ടുമാണുള്ളത്. ശരിക്കും പറയുമ്പോൾ രണ്ടുപേരും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന ഒരു പുതിയ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ ഉപകാരപ്രദം വിചാരിച്ചിട്ട് നമുക്ക് എന്തായാലും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, നമ്മളപ്പോൾ ബിജു ചേട്ടൻ്റെ ഓട്ടോ ചെക്കിൽ എത്തിയിട്ടുണ്ട്. ബിജു ചേട്ടൻ്റെ ഓഫീസാണ്. നമുക്കിപ്പോൾ എന്തായാലും ഇതിനകത്ത് പോയിട്ട് ബിജു ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. ബിജു ചേട്ടനാണ് നമ്മളുടെ വണ്ടിയുടെ സെൻസറിൻ്റെ വിശേഷങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് കഴിയും, ഈ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ബിജു ചേട്ടൻ. ബിജു ചേട്ടൻ എന്തായാലും നമ്മുടെ fabbsonwheelsലോട്ട് ഒരു വെൽക്കം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. കാര്യം ഈവൻ ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോയിൽ തന്നെയും ഒരുപാട് വിശേഷങ്ങൾ, അതായത് പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വിഷയം വളരെ തിരക്കുള്ള ആളാണ്. എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് വന്നൊരു ആദ്യം തന്നെ എന്തായാലും fabbsonwheelsന്റെ ഒരു ബിഗ് വെൽക്കം. അതോടൊപ്പം തന്നെ വിജയേട്ടനെ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിജയേട്ടാ സെൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സെൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാക്ക് തന്നെ ഉണ്ടല്ലോ, സെൻസ് ചെയ്യുക. അതായത് ഒന്നുകിൽ അതിന്റെ വണ്ടിക്കകത്താണെങ്കിൽ പ്രഷർ സെൻസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ ആംഗിൾ, റാങ്കിന്റെ ആംഗിൾ, അല്ലെങ്കിൽ ക്യാമിന്റെ ആംഗിൾ സെൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഓയിലിന്റെ പ്രഷർ സെൻസ് ചെയ്തെടുക്കുക, പിന്നെ അല്ലെങ്കിൽ വീലിന്റെ സ്പീഡ് സെൻസ് ചെയ്യുക. അങ്ങനെയുള്ള പല ടൈപ്പ് സെൻസറുകൾ വണ്ടിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് സെൻസർ. പണ്ടത്തെ വണ്ടിയിൽ നമ്മൾ പ്ലഗും പോയിന്റ് എന്ന് പറയത്തില്ലേ, അതിൽ ആ പോയിന്റ് ഒരു തരത്തിലുള്ള സെൻസറാണ്. വണ്ടിയുടെ ടോപ്പിലെത്തുമ്പോൾ കാർ കൊടുക്കാനായിട്ട് ആ ഭാഗത്ത് ഒരു ക്യാമുണ്ട്, നാലായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അതൊരു സെൻസറാണ്. സെൻസർ എന്താണെന്നാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ഒരുപാട് സംശയം ഉണ്ടാവും. ഒരുപാട് ടൈപ്പ് സെൻസേഴ്സ് ഇല്ലേ, അതെന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ സെൻസർ വണ്ടിയിൽ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ക്രാങ്കിന്റെ തന്നെ നോക്കാം. ക്രാങ്കിന്റെ സെൻസർ, ക്രാങ്കിന്റെ ആംഗിളും അതിന്റെ റൊട്ടേഷൻ അളക്കാനായിട്ട് ക്രാങ്കിന് സെൻസർ ഉണ്ട്, ക്യാമിന് ഒരു സെൻസർ ഉണ്ട്. സെയിം ഫംഗ്ഷൻ, അതായത് ക്യാമിന്റെ ആംഗിളും അതിന്റെ റൊട്ടേഷൻ അളക്കാനായിട്ട്. അതോടൊപ്പം തന്നെ വീൽ സ്പീഡ് സെൻസർ, 4 സെൻസർ, വീലിന്റെ റൊട്ടേഷൻ അളക്കാനായിട്ട്, ABS വേണ്ടി, ആന്റി സ്കിഡ് ബ്രേക്ക് സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന 4 സെൻസർ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഓയിൽ പ്രഷർ സെൻസർ, ഓയിലിന്റെ പ്രഷർ ഉണ്ടോ എന്ന് അളക്കാനായിട്ടുള്ള ഓയിലിന്റെ പ്രഷർ സെൻസർ. അങ്ങനെ ഒരുപാട് സെൻസറുകളുണ്ട്. സെൻസറുകൾ ഒരിക്കലും വണ്ടിയുടെ കംപ്ലൈന്റ് കണ്ടുപിടിക്കാനുള്ളതല്ല. കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ സ്കാനർ കണക്ട് ആക്കുമ്പോൾ അതിന്റെ ECMൽ നിന്നും നമ്മളിതിന്റെ ഡേറ്റ എടുക്കുന്നു. അങ്ങനെയാണ് കംപ്ലൈന്റ് മനസ്സിലാക്കുന്നത്. സെൻസറുകളെല്ലാം വണ്ടിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ സ്വീകരിച്ച് ECMൽ കൊടുക്കാനായിട്ട് മാത്രമുള്ള ഒരു ചെറിയൊരു യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സെൻസർ എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഒരുപാട് സെൻസറിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളിലാണ് പോകുന്നത്. അതിനുശേഷം ബാക്കിയുള്ള വിശേഷങ്ങളോട് നോക്കുമ്പോൾ ബിജുട്ടാ, എനിക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ സെൻസർ ഇപ്പോൾ ബിജുട്ടാ സെൻസർ എന്താണെന്ന് പറഞ്ഞു, സെൻസർ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ എനിക്കൊരു ഡൗട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പലവിധ കാറുകളിൽ പലവിധമായ സെൻസറുകളുണ്ട്. ആൾക്കാർക്ക് ഭയങ്കര തലവേദനയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും സെൻസർ ഇഷ്യൂസ് ആണ് പല കാറുകൾ. ഇവൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വോക്സ്വാഗന്റെ പോളോ, സ്കോഡ, ഒക്ടാവിയ, ലോറാങ്ങുള്ള വണ്ടികൾ, പിന്നെ വേറെ വരുന്ന ഹൈ എൻഡ് വണ്ടികളെല്ലാം സെൻസറിന്റെ ഇഷ്യൂസ് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ പറയുന്ന അവർക്ക് ഈ സെൻസറിന്റെ ആവശ്യമില്ല. അപ്പോൾ അതെന്താണ്?
ഇതൊക്കെ ആവശ്യമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം പണ്ടത് നമ്മുടെ വണ്ടികളെല്ലാവരും ഭയങ്കരമായ പുകയും സൗണ്ടും പവർ കുറവായിരുന്നു. അപ്പോൾ അതെല്ലാം മാറിയത് ഈ മോഡേൺ ടെക്നോളജി കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് സെൻസർ. അത് ഒരിക്കലും വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് സെൻസർ കൊണ്ട് കംപ്ലൈൻറ്റ് തലവേദന എന്ന് പറയുന്നതിൻ്റെ തന്നെ കാര്യം എന്താ പറയുക, അപ്പോൾ കംപ്ലൈൻറ്റ് നമുക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ ശരിയായ ഇത് സ്കാൻ ചെയ്യും. അപ്പോഴേ അത് കംപ്ലൈൻറ്റ് മനസ്സിലാവും. അപ്പോഴാണ് നമുക്കത് അതിൻ്റെ ഉപയോഗവും അതിൻ്റെ മനസ്സിലാവുന്നത്. അല്ലാതെ സെൻസറാണ് കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നത് ഒരു കാര്യം. അതെ, ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ അറിവിന്റെ പുറത്ത് ഒരു പരിമിതമായ അറിവുകൊണ്ടാണ് അവർ ഇത് ഇഷ്യൂസ് ആണ് അങ്ങനെ കാര്യങ്ങൾ. ശരിക്കും സെൻസർ എന്താണെന്ന് അവർ മനസ്സിലാക്കിയാൽ മാത്രമേ അവർ സെൻസറിന്റെ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. സെൻസറിന്റെ ഇഷ്യൂസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവർ സ്കാൻ ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അതിനോടൊപ്പം വേറൊരു കാര്യം വെച്ചോളൂ, ഈ സെൻസർ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്, അത് ഇഷ്യൂസ് ആണ് എന്ന് ആൾക്കാർ പറയാറുണ്ട്. എന്താണ് അതിനകത്ത് കോസ്റ്റ് കൂടുതൽ എന്ന് പറയുന്നത്? എങ്ങനെയാണ് കോസ്റ്റ് കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി, അതായത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി അത് എൻ്റെ അഫോർഡബിളായിട്ടുള്ള പ്രൈസിലല്ലേ വാങ്ങിയത്. അതെ. അപ്പോൾ സെൻസർ കംപ്ലൈൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഓൾസോൻ്റെ വാഗ്യൂം കംപ്ലീറ്റ് ABS സെൻസർ കംപ്ലൈൻറ്റ് ആവുന്നുണ്ട്. അതെ, പോളോക്ക് ABSന്റെ കംപ്ലൈൻറ്റ്. പോളോ അല്ല, വാഗ്യൂം കംപ്ലീറ്റ്. അതെ, ബെന്നി വരെ ABSന്റെ കംപ്ലൈൻറ്റ്. അത് ഒരു 10,000 കിലോമീറ്റർ കംപ്ലൈൻറ്റ് തുടങ്ങും. ബിജുട്ടൻ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സെൻസർ എന്താണെന്ന്, സെൻസറിന്റെ ഇഷ്യൂസ് എന്താണെന്ന്, ആ കാര്യങ്ങളൊക്കെ ബിജുട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സെൻസർ കാരണം ഒരുപാട് ആൾക്കാർ, എനിക്കറിയാം നമുക്കുള്ള പല വണ്ടി ഭ്രാന്തന്മാർ അല്ലെങ്കിൽ സാധാരണക്കാരൊക്കെ എല്ലാ വണ്ടികളും ഇപ്പൊ ഈവൻ ഒരു 2 lakh തൊട്ട് അല്ലെങ്കിൽ ഒരു 4 lakh തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വണ്ടികളിലും സെൻസർ ഉണ്ട്. ശരിക്കും നമ്മൾ സെൻസർ ഉണ്ട് അല്ലെങ്കിൽ സെൻസർ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുന്നത് ചുരുക്കം ചില വണ്ടികളുടെ പേരിൽ മാത്രമാണ്. എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ളത്, അങ്ങനെ ചില ചുരുക്കം വണ്ടികളില്ലേ, അതിൽ മാത്രം എന്താണ് ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ കൂടുതൽ ഇഷ്യൂസ് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? അത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോളോ അല്ലെങ്കിൽ റോസാന്റെ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്കോഡയുടെ വണ്ടികളൊക്കെ. ഇതെങ്ങനെയാണ് ഇതിനകത്ത് കോസ്റ്റ് കൂടുതൽ? അതായത് ഇപ്പോൾ വോക്സ്വാഗൻ്റെ വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ വോക്സ്വാഗനകത്ത് ഞാൻ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതേ കംപ്ലൈൻറ്റ് കാണുന്നില്ല. പോളോയുടെ ആയാലും ഏത് വണ്ടിയുടെ ആയാലും ABS സെൻസർ പോയതായിട്ട് കാണുന്നില്ല. സെൻസർ പോയതാണ്. അപ്പോൾ അതിൻ്റെ കാരണം മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അപ്പോൾ വിജയൻ പറഞ്ഞ ഓൾറെഡി നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ വോക്സ്വാഗൻ്റെ കാര്യമാണ്. ഞാൻ ശരിക്കും നിങ്ങളെല്ലാവരും എന്നോട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് പോളോയുടെ ABS സെൻസർ പോകുന്ന വിഷയത്തെ കുറിച്ചാണ്. ആ പോളോയുടെ ABS സെൻസറിന്റെ കാര്യം ഓൾറെഡി ഞാൻ ബിജുട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബിജുട്ടൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന വണ്ടികളിലാണ് ഒരു പ്രത്യേക സ്പെസിഫിക് പറഞ്ഞാൽ പോളോയിലാണ് കൂടുതലും ഇങ്ങനെയുള്ള സെൻസറിന്റെ ഇഷ്യൂസ് വരുന്നത്. ബിജുട്ടൻ നമുക്ക് ആ ഒരു വിഷയത്തിൽ പോളോയിൽ വരുന്ന ഈ ഒരു വിഷയത്തിൽ നമുക്ക് അതെങ്ങനെ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ, അതോ അല്ലെങ്കിൽ നമുക്കത് മാറ്റാനായിട്ട് പറ്റുമോ നേരത്തെ മനസ്സിലാക്കിയിട്ട്? അതായത് സെൻസർ കംപ്ലൈന്റ് ആയാലും നമ്മൾ ഏത് വണ്ടിയുടെ സെൻസർ കംപ്ലൈന്റ് ആയാലും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഒന്നുകിൽ എന്ത് വാണിംഗ് ലൈറ്റ് കാണും, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്തെങ്കിലും മാറ്റം വരും. അതെ, അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത്. അതെ. അപ്പോൾ ABSന്റെ ഒരു സെൻസർ വർക്ക് ചെയ്താലും അപ്പോൾ ABSന്റെ ലൈറ്റ് ഉടനെ ഓൺ ആവും. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഏത് സൈഡാണ് കംപ്ലൈന്റ് എന്ന് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ചോദിക്കാൻ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് വളരെ അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ ആവുന്നതിന് മുമ്പ് ABSന്റെ സെൻസർ കംപ്ലൈന്റ് ആവുന്നുണ്ട്. സോ യൂഷ്വലി ഇത് കുറെ കാലങ്ങളായിട്ട് കമ്പനി അവര് അറിയിച്ചിട്ട് പോലും കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഫീച്ചറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ടിപ്പ് അത് കൊടുക്കാനായിട്ട് പറ്റുമോ? എന്തെങ്കിലും അത് വരാതിരിക്കാനായിട്ട് ചെറിയ പറ്റില്ല. സാധാരണ രീതിയിൽ ഈ സെൻസറുകൾ പോകണമെന്ന് വെച്ചാൽ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ വയർ എന്തെങ്കിലും നമ്മുടെ ഏരിയ ഒക്കെ കടിച്ച് കട്ടാകും. അത് നമുക്ക് ചിലപ്പോൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വോക്സ്വാഗന്റെ കാര്യമില്ലേ വെച്ചത്, അതിന്റെ ABS സെൻസർ കംപ്ലൈന്റ് ആവുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മാനുഫാക്ചർ തന്നെ എന്തെങ്കിലും വിചാരിക്കണം. അത് ലോങ് ലൈഫ് മറ്റൊരു വണ്ടിയിൽ അത് കാണുന്നില്ല. ഈ വോക്സ്വാഗന്റെ വണ്ടിയിൽ മാത്രമേ അത് കാണുന്നുള്ളൂ. വോക്സ്വാഗൻ അല്ല, വാറ്റ് ഗ്രൂപ്പിന്റെ വണ്ടിയിൽ മാത്രമേ അത് കാണുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വോക്സ്വാഗൻ പോളോയുടെ കാര്യം ബിജുവിനോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി അടുത്തറിയാമെന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ കുറെ വണ്ടികളുണ്ട്. ആ വണ്ടികൾക്കൊക്കെ കുറെ നാൾ കൂടിയിരിക്കുമ്പോഴത്തേക്കിങ്ങനെ ലൈറ്റ് വാണിംഗ് ലൈറ്റുകൾ കത്തി വരാറുണ്ട്. സെൻസറിൽ വാണിംഗ് ലൈറ്റുകൾ കത്തി വരാറുണ്ട്. ഇങ്ങനെ ഇത് നമ്മൾ അവഗണിച്ചിട്ട് വാഹനം യൂസ് ചെയ്ത് വരുന്നത് എന്തെങ്കിലും തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ വണ്ടിയുടെ വാണിംഗ് ലൈറ്റ്, മിൽ ലൈറ്റ്, അതെ, പല ലൈറ്റുകളും അതായത് ആ ലൈറ്റ് വണ്ടി ഒരു തവണ ടെമ്പറേച്ചർ ഹൈ ആയി കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തും. സെക്കൻഡ് ലൈറ്റ് എന്ന് പറയും, അത് കത്തും. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം എൻ്റെ വണ്ടി ഒരു തവണ ഓവർഹിറ്റ് ആയാലും. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം എന്തായാലും. ഒന്ന് ഫാൻ വർക്കാവാതെ ആയിരിക്കും, അല്ലെങ്കിൽ റേഡിയേറ്ററിൽ ചെറിയ ബ്ലോക്ക് കാണും. അപ്പോൾ ലൈറ്റ് കത്തിയാൽ ഒന്ന് സ്കാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പം വിജയം പറഞ്ഞത് പലതരം സെൻസറുകളുണ്ട്. ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ ടെമ്പറേച്ചറിന്റെ സെൻസറിന്റെ കാര്യമാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. അല്ലാതെ ചില സെൻസർ ഗ്ലോപ്ലെക്സ് സെൻസർ എന്നുള്ള സെൻസറുണ്ട്. പോളോക്കകത്താണെങ്കിൽ അത് കത്തിക്കിടക്കാനുള്ള കാണാറുണ്ട്.
പിന്നെ വേറെ പലതരം സെൻസറുകളുണ്ട്, എഞ്ചിന്റെ വാണിംഗിലേക്ക് കയറി. എന്നിട്ടും വാഹനങ്ങൾ കൂടുതൽ ദൂരം ഓടിക്കുന്നത് ആ ഒരു പ്രവണത കാണാറുണ്ട്. അതായത് വണ്ടിയിൽ ഇപ്പം ഡാഷ്ബോർഡിൽ ക്ലസ്റ്ററിൽ നമ്മൾ മഞ്ഞ ലൈറ്റ് കാണും, ഓറഞ്ച് കളർ ലൈറ്റ് കാണും, പിന്നെ ചോപ്പ് കളർ ലൈറ്റ് കാണും. ഇപ്പോൾ ഓറഞ്ച് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാണിംഗ് ആണ്. അതായത് നമുക്ക് ജസ്റ്റ് 10 കിലോമീറ്റർ ഓടിച്ച് നമുക്ക് അത് സർവീസ് സെൻ്റർ വരെ കൊണ്ടുപോകാം. റെഡ് ലൈറ്റ് കത്തുക എന്നിരിക്കട്ടെ, ഓയിൽ പ്രഷർ ലൈറ്റ് കത്തുക, അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ ലൈറ്റ്, ചാർജിങ് സിസ്റ്റത്തിൻ്റെ ലൈറ്റ് കത്തുക, ചോപ്പായിരിക്കും. അത് കത്തി കഴിഞ്ഞാൽ നമ്മൾ സഡനായിട്ട് വണ്ടി സൈഡ് ഒതുക്കണം, ഒതുക്കി ചെക്ക് ചെയ്യാൻ വേണം. പിന്നെ ഒരു കിലോമീറ്റർ പോലും വണ്ടി ഓടിക്കാൻ പാടില്ല. അതുപോലെ ബിജുട്ടാ, നമ്മുടെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഈ സെൻസറുകൾ നമ്മൾ സ്കാൻ ചെയ്തതിനും അധികമായ ഒരുപാട് പൈസ ഈടാക്കാറുണ്ട്. സോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള അധികം എക്സ്പെൻസ് വരാറുണ്ടോ? അവർ ചെയ്തതിനു ശേഷം നല്ല എക്സ്പെൻസ് ആണ് അവർക്കുണ്ടായത്. ബിജുട്ടൻ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഷോറൂമിൽ ചെക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ അത് അതേ സാധനം തന്നെ, ഒറിജിനൽ സാധനം തന്നെ പുറത്ത് പല വർക്ക്ഷോപ്പുകളിലും സ്കാൻ ചെയ്ത് പ്രോബ്ലം സോൾവ് ആക്കാറുണ്ട്. ചിലർക്ക് ഷോറൂമിൽ കൊണ്ടുവരാൻ താല്പര്യമാണ്, ചിലർ പുറത്ത് നല്ല ടെക്നീഷ്യനെ കാണിച്ച് അത് സോൾവ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്കാനിങ് കൊണ്ട് മാത്രം ആ പ്രോബ്ലം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സ്കാനിങ് കഴിഞ്ഞ് സോൾവ് ചെയ്തതിന് ശേഷം ആ പ്രോഡക്റ്റ് എന്താണോ മാറാനുള്ളത് അത് കണ്ടിട്ട് അത് മാറിയതിനു ശേഷമല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ റെഡി ആവുള്ളൂ. അപ്പൊ നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞ കാര്യങ്ങൾ സെൻസർ എന്താണെന്ന് നമ്മൾ നോക്കി, സെൻസറിന്റെ പ്രശ്നം എന്താണെന്ന് നോക്കി. ഇപ്പോൾ ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബിജുട്ടൻ പറഞ്ഞതനുസരിച്ച് നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് അത് സ്കാൻ ചെയ്ത് നോക്കുക. അത് നമ്മൾ അവഗണിച്ചിട്ട് വാഹനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇനി നമുക്ക് അറിയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം, ഈ സെൻസറിന്റെ ഇഷ്യൂസ് വരാതെ നോക്കാൻ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ചെറിയ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാം. സെൻസറിന്റെ ഇഷ്യൂ വരാതെ നോക്കാനായിട്ട് ഫിസിക്കലായിട്ട് ഡാമേജ് ഉണ്ടാക്കാതിരിക്കാനേ നമുക്ക് കഴിയും. ഫിസിക്കൽ ഡാമേജ്, വയറ് കട്ടാവാതിരിക്കുക, ഇടിച്ച് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക. അല്ലാതെ അതിനുള്ളിലെ കണ്ടന്റ് ആണ്, അത് ഇലക്ട്രോണിക് സാധനമല്ലേ, അതിന് കംപ്ലൈൻറ്റ് വരാതിരിക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു നന്നായിട്ട് ചൂടായിരിക്കുന്ന വണ്ടി സഡനായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാണ്. അപ്പോൾ അത് ചില സെൻസറിനെ ഡാമേജ് ആക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന അറിയാം. ഇപ്പോൾ ഡീപ് ഫീഡ് സെൻസർ നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് സഡൻ, അല്ലെങ്കിൽ ഓക്സിജൻ സെൻസർ നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ആ സെൻസർ ഡാമേജ് ആവുന്നുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം. അതെനിക്ക് ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്ന വണ്ടി സർവീസ് കൊടുക്കുമ്പോഴാണ് തോന്നുന്നത് വെള്ളം അടിക്കും. അപ്പോൾ വാണിലേക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഓക്സിജൻ സെൻസറിന്റെ കോഡ് കാണിക്കും. സോ അത് മാറേണ്ടി വരും. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും പ്രോബ്ലംസ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ചോദിക്കുന്നത് ബിജുട്ടന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ സെൻസർ ഇഷ്യൂസ് വരുന്ന വണ്ടികൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റും? ഈവൻ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ നോക്കുമ്പോഴായിരിക്കും, പുതിയ വണ്ടികൾ നോക്കുമ്പോഴായാലും കൂടുതലായിട്ട് സെൻസർ ഇഷ്യൂസ് കണ്ടുവരുന്നത് ഈ വോക്സ് ആൻഡ് പോളോ ഒഴിച്ചിട്ട് വേറെ ഏതെങ്കിലും വണ്ടി വരുന്നതായിട്ട് പറയാൻ പറ്റും? ഏറ്റവും കൂടുതൽ യൂറോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരുപാട് സെൻസർ ഇഷ്യൂസ് വരുന്നുണ്ട്. ഫ്രാങ്കും ക്യാമിനും സെൻസർ പോകുന്നുണ്ട്. അതെ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അത് പണിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അല്ല, സിമ്പിളാണ്. നമ്മുടെ നാട്ടിൽ ഏതൊക്കെ വണ്ടികളാണ്? നാട്ടിൽ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ വാൻ ഗ്രൂപ്പ് കൂടുതലും നമുക്ക് നാട്ടിലെ ഇഷ്യൂസ് കണ്ടുവരുന്നത് ഓക്സ്വാൻ ഗ്രൂപ്പ് തന്നെയാണ്. അവർ നമ്മുടെ കമ്പനിയെ അത് ടേജോളം ചെയ്ത് പറയുന്നതല്ല. യൂഷ്വലി എല്ലാ കസ്റ്റമേഴ്സിനുള്ള ഒരു ഫീഡ്ബാക്ക് അത് തന്നെയാണ്. പക്ഷെ അവർ ആ ഒരു സെൻസർ ഇഷ്യൂ റെക്ടിഫൈ ചെയ്താൽ സോൾവ് കൊടുക്കുന്നതിന് അവർ പേയ്മെന്റ് ഒന്നും വാങ്ങാറില്ല. ABS സെൻസർ എനിക്ക് വാറന്റി പീരീഡിലാണെങ്കിൽ ഒരു പേയ്മെന്റ് ഒന്നും വാങ്ങാറില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു ചേട്ടാ, ഈ കമ്പനി നമ്മൾ മാറുമ്പോഴത്തേക്ക് ചെറിയൊരു സെൻസർ ആണെന്നുണ്ടെങ്കിൽ ഒരു കൂടുതൽ പൈസ ഇടാം. ചില കാര്യങ്ങൾ ഈവൻ വാറന്റി തീരുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ റെന്റോ അതുപോലെ പോളോ ഇങ്ങനെയുള്ള വണ്ടികളിലൊക്കെ വാറന്റി പീരീഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു സെൻസർ മാറാന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ പൈസ വാങ്ങാൻ സാധ്യതയുണ്ട്. സെയിം ടൈം ഈ സെൻസറൊക്കെ നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് എത്ര വ്യത്യാസം ഉണ്ടാവും അതിന്റെ എക്സ്പെൻസിൽ? അതിപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പോളോയുടെ ഒരു സെൻസർ, ABS സെൻസർ ഒരെണ്ണം മാറുവാണെങ്കിൽ നമ്മുടെ ഈ ലോക്കൽ മാർക്കറ്റിൽ മാക്സിമം 2000 ആവും. സെയിം ടൈം ഷോറൂമിലാണെന്നുണ്ടെങ്കിൽ ഒരു 3800 രൂപ, 4000 രൂപ. ഒരു സെൻസർ മാറുമ്പോൾ തന്നെ നമ്മൾ 2000 രൂപയ്ക്ക് നമ്മൾ പുറത്ത് മാറുമ്പോൾ അതായത് പുറത്ത് നമ്മൾ സർട്ടിഫൈഡ് എന്ന വ്യക്തി തന്നെയാണ് മാറുന്നത്. കാര്യം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് അത് മാറുന്നത്. സെയിം ടൈം നമ്മൾ ഷോറൂമിൽ പോയി മാറുമ്പോഴത്തേക്ക് 4000 രൂപ ഓൾമോസ്റ്റ് അതിന് കോസ്റ്റ് വരും. ശരിക്കും പറഞ്ഞാൽ സെൻസർ നിങ്ങൾ മാറിയാലും ഷോറൂം മാറിയാലും രണ്ടും ഒരേ രീതി തന്നെയാണ് മാറുന്നത്. അവിടെ ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ മാറുന്നത്, നിങ്ങളാണെങ്കിലും ആൾക്കാർ ടെക്നീഷ്യൻസ് തന്നെയാണ് മാറുന്നത്. ശരി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പിന്നീട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങളടുത്ത് മാറുമ്പോൾ തന്നെ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമല്ലോ, അത് ഞാൻ ചോദിക്കുന്നത് തേർഡ് പാർട്ടി പ്രോഡക്റ്റുകളാണോ അതോ സെയിം വോക്സാന്റെ ഷോറൂമിൽ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ? അത് തന്നെയാണ്
സെയിം പ്രോഡക്റ്റ് സെയിം ഇതിലുള്ള അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷോറൂമിൽ ചെയ്യുന്ന സമയത്ത് വാറന്റി കഴിഞ്ഞ വണ്ടികളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ പുറത്ത് മാറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇവരൊക്കെ ഉള്ള വിലക്കുണ്ടായിട്ടുള്ള സ്റ്റാഫിന് അല്ലെങ്കിൽ ടെക്നീഷ്യൻ എടുത്ത് നിങ്ങൾ മാറുമ്പോഴത്തേക്ക് കുറച്ച് എക്സ്പെൻസ് നിങ്ങൾക്ക് കുറയാനായിട്ടുള്ള ഒരു സാധ്യത. ഇനി ചോദിക്കാനുള്ള കാര്യം, ബീച്ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ? ഞാൻ 25 വർഷമായിട്ട് ഈ മേഖലയിൽ. 25 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എവിടെയൊക്കെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട്? പുറത്തായിരുന്നു? ഞാൻ IT കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയായിരുന്നു. അവിടെ ഒരു 23 വർഷത്തോളം ഉണ്ടായിരുന്നു. 23 വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇപ്പം ഈ കീ ഡ്യൂപ്ലിക്കേഷനും വണ്ടിയുടെ സ്കാനിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്തിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഇതിന്റെ വിശേഷങ്ങൾ തിരക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. കാരണം ഈ നമുക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം സെൻസറിനെ കുറിച്ച് പറയാനായിട്ടുണ്ടോ? വണ്ടിക്ക് ഹാർംഫുൾ ആയിട്ട് വരുന്ന ചില സെൻസർ ഇഷ്യൂസ് ഉണ്ട്, പക്ഷെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ചില സെൻസർ ഇഷ്യൂസ് ഉണ്ട്. ഹാർംഫുൾ ആയിട്ട് വരുന്ന ചില സെൻസർ ഇഷ്യൂസിനെ കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ പ്രേക്ഷകർക്ക്. അതായത് ഇപ്പൊ സെൻസർ എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ നമുക്ക് ഓടിച്ച് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റും. സെൻസർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വണ്ടി ഓഫായി. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചോളം വളരെ ദുഃഖകരമാണ്. ഫാമിലി ആയിട്ട് എവിടെയും പോവാ, ക്രൈം സെൻസർ കംപ്ലൈന്റ് ആയി അവിടെ കിടക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ സെൻസറിന്റെ ഇഷ്യൂസിന്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടെയാണ്. നമുക്ക് ബീച്ചോട്ടം ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമുക്ക് കീ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയും അല്ലേ ബീച്ചോട്ടാ? ഇപ്പൊ ഇത് നമ്മുടെ വണ്ടിയുടെ ബെൻസിന്റെ കീ ആണ്, നമ്മൾ വന്ന വണ്ടിയുടെ കീ ആണ്. ഈ ഒരു കീ കളഞ്ഞു പോയി കഴിഞ്ഞാൽ ബീച്ചോട്ടിന് എത്ര എക്സ്പെൻസ് വരും? ഇതിന് എന്തൊക്കെയാണ് ഇപ്പൊ മേബി ഈ ഒരു കീ കളഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കസ്റ്റമർ എന്താണ് ആദ്യമായിട്ട് ചെയ്യുന്നത്? അതായത് ഇപ്പൊ ബെൻസിന്റെ കാര്യം പറയുമ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഓടുന്ന വണ്ടികൾ മാരുതി തന്നെ. മാരുതിയുടെ താക്കോല് കളഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു താക്കോല് പണിയെ തന്നെ അതുപോലെ മറ്റാരെ വിളിച്ചു കഴിഞ്ഞാൽ താക്കോല് കളഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞാൽ ഓരോ വണ്ടിയുടെ ഓരോ രീതിയാണ്. മാരുതിക്ക് ഒരു രീതി, ഉണ്ടായിട്ടൊരു രീതി, ബെൻസിന് മറ്റൊരു രീതിയാണ്. ഇപ്പം മാരുതി പറയും മാരുതി താക്കോല് കളഞ്ഞു വന്നിരിക്കട്ടെ. ഇപ്പം സ്വിഫ്റ്റിന്റെ താക്കോല് കളഞ്ഞു, സ്വിഫ്റ്റിന്റെ താക്കോല് കളഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ ഡോറിന്റെ ലോക്ക് ചെയ്തൊരു നമ്പർ ഉണ്ട്. ആ ലോക്ക് നമ്പർ വെച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ഈ കട്ടറിൽ താക്കോല് കട്ട് ചെയ്യും. താക്കോല് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഞാൻ സെൽഫ് അടിക്കും, സ്റ്റാർട്ട് ആവില്ല വണ്ടി. കാരണം അതിനകത്തൊരു സെൻസർ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ടൂൾ വെച്ച് പ്രോഗ്രാം ചെയ്ത് ആ താക്കോല് അതിന്റെ മെമ്മറിയിൽ ആഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഇവരുടെ പ്രോസസ്. ഒരു താക്കോല് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാണ് ബീച്ചേട്ടൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും ബീച്ചേട്ടന്റെ ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങൾ അതിന്റെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ബീച്ചേട്ടന്റെ വർക്ക്ഷോപ്പ് പോയി കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പൊ നമ്മളുള്ളത് ബീച്ചേട്ടന്റെ വർക്ക്ഷോപ്പിനകത്താണ്, അതായത് ടെക്നിക്കൽ റൂമാണ്. അപ്പൊ ഇതിനകത്ത് കുറെ മെഷീൻസ് ഉണ്ട്. ബീച്ചേട്ട ഇതെന്താ മെഷീൻ? ഫസ്റ്റ് വൺ അത് ഓട്ടോമാറ്റിക് കീ കട്ടറാണ്. ഇറ്റലിയുടെയാണ്. ഇപ്പൊ താക്കോല് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്യുന്ന കണക്ക് ഡോർ കുത്തിപ്പൊളിക്കൊന്നും വേണ്ട. അതിന്റെ ആ ഒരു സീക്രട്ട് നമ്പർ ഉണ്ട്. ആ നമ്പർ വെച്ച് നമുക്ക് ഇതിൽ താക്കോല് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ മെഷീൻ എന്താണെന്ന് മനസ്സിലായാലും ഇറ്റലിയുടെ ഒരു മെഷീനാണ്. ഫസ്റ്റ് ഇതിനകത്തായിരിക്കും ആദ്യത്തെ പരിപാടിയൊക്കെ ഇതിനകത്തായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്താണ് സംഭവം? ഇതിപ്പോ ഒരു താക്കോൽ ഉണ്ടെങ്കിൽ നമുക്ക് കോപ്പി എടുക്കാം. താക്കോൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു താക്കോലിലെ പണ്ടൊക്കെ നമ്മൾ ലോക്കലി ചെയ്യുന്ന കാര്യമാണ്. ഒരു താക്കോൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കീ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ പറ്റും. ദെൻ ഈ മെഷീൻ എന്താ വെച്ചിട്ട് ഇത് അത് തന്നെ ഒരു താക്കോൽ ഉണ്ടെങ്കിൽ ലേസർ കട്ടിങ് ഉള്ള ഒരു പ്രത്യേക ടൈപ്പ് ഉണ്ട്. ലേസർ കട്ടിങ്ങിന്റെ മെഷീൻ ഹോണ്ടയുടെ താക്കോലിന് പ്രത്യേക കട്ടിങ് അല്ലേ? അതെ. അത് പിന്നെ പൾസറിന്റെ താക്കോലിന് പ്രത്യേക കട്ടിങ് അല്ലേ? കട്ട് ചെയ്ത താക്കോൽ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചായിരുന്നു ബിജുവിനോട്. നമ്മുടെ വണ്ടികളുടെ കീ ഒക്കെ ചെയ്യുന്നതിന്റെ പല വണ്ടികളുടെ ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസപ്പെടാറുണ്ട്. സോ നമ്മുടെ ഒരു നോർമൽ റേറ്റ് ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ? കാറുകളുടെ സ്റ്റാർട്ടിങ് ബൈക്കിന്റെ തൊട്ട് പറയാം. ബൈക്കിന്റെ 300 രൂപ അതെ. എന്നിട്ട് ഇപ്പൊ ആൾട്ടോയുടെ മോട്ടില്ലാത്ത താക്കോലാണെങ്കിൽ അതിന് സ്പെയർ അടിക്കുന്നത് 1100 1200 രൂപ വാങ്ങിക്കും. കളഞ്ഞു പോയാണെങ്കിൽ നമ്മൾ 3000 രൂപ വാങ്ങിക്കും. 3000 രൂപ വാങ്ങിക്കും അല്ലേ? പിന്നെ അതനുസരിച്ച് മേപ്പോട്ട് ഒരു സ്റ്റെപ്പായിട്ട് കയറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബീച്ചേട്ടന്റെ മെഷീൻസും കാര്യങ്ങളും ഒക്കെ. അപ്പൊ പിന്നെ നമ്മളെ ബെൻസിന്റെ കാര്യം ഞാൻ ചോദിച്ചാൽ, അതുപോലെ കുറച്ച് പ്രീമിയം കാറുകളാണെങ്കിൽ കോസ്റ്റ് എങ്ങനെ വരും എന്ന് പറയാൻ പറ്റുമോ? പ്രീമിയം കാറ് ഇപ്പൊ BM ബെൻസിനൊക്കെ ആണെങ്കിൽ ഒരു 15 തൊട്ട് മേപ്പോട്ട് നോക്കിയാൽ മതി. 15,000 രൂപ തൊട്ട് മുകളിലോട്ടായിരിക്കും BM-ന്റെ ബെൻസിന്റെ ഒക്കെ കീ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും ചേട്ടന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീച്ചേട്ടൻ അതെല്ലാം കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റില്ല. ഷുവർ ആയിട്ടും പറ്റും അല്ലേ? പിന്നീട് നമ്മുടെ റീമാപ്പിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ കേട്ടോ? റീമാപ്പിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോ ചെയ്യുന്നില്ല. റീമാപ്പിംഗ് ചെയ്യുന്നില്ല. ഓക്കെ,
അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ സെൻസറിൻ്റെ അതുപോലെ തന്നെ നമുക്ക് കീ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം, വിജയേട്ടൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ഫാബ്സോൺ വീൽസ് തന്നതിന് ഒരു ബിഗ് താങ്ക്സ്. അതോടൊപ്പം ഇനിയും ഒരു പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.